രാത്രി പ്രമോട്ടം വന്നപ്പോൾ ഞങ്ങൾ പച്ചക്കറി മീനും മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇന്നലെ രാത്രിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം കാഞ്ഞിരത്തേക്കാണ് പോയത്. പക്ഷെ അവിടെ ഇപ്പം ഞങ്ങളുടെ അടുത്ത് കാഞ്ഞിരാണുള്ളത്. അപ്പോൾ അവിടേക്ക് പോയപ്പോൾ അവിടുത്തെ മീൻ സ്റ്റോൾ അടച്ചിട്ടുണ്ട്. ഇപ്പം നോമ്പൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് നേരത്തെ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ മണ്ണാർക്കാട്ടേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉള്ള മീനിൻ്റെ ഡാൻസാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ രാത്രി ഞങ്ങൾ ഇങ്ങനെ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നാളും ഒപ്പം ഉണ്ടാവുന്ന സമയമാണത്. അപ്പോൾ ഞങ്ങൾക്ക് മൂന്നാൾക്കും ഇഷ്ടമാണ് രാത്രി ഇങ്ങനെ പുറത്തൊക്കെ പോയി. ഞങ്ങൾക്ക് വെറുതെ ഇങ്ങനെ പോയാൽ മതി. അപ്പോൾ ഞങ്ങൾ ആ സമയം മാക്സിമം എൻജോയ് ചെയ്യും കേട്ടോ. കാരണം രാവിലെ ആയി കഴിഞ്ഞാൽ പ്രമോട്ടം പഠിക്കും, പിന്നെ വൈകുന്നേരമല്ലേ വരുള്ളൂ. അതുവരെ ഞങ്ങളിങ്ങനെ ഇരുന്ന് ചടച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ എവിടേക്ക് പോകുമ്പോഴും ഇങ്ങനെ പുറകെ കയറി പോണത്. പ്രമോട്ടം കൊണ്ടുപോകും ചെയ്യും കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങൾ മീൻ സ്റ്റോളിൽ പോയി മീൻ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരികയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു കലശുണ്ട്, ഞങ്ങളുടെ തൊട്ട് വീട്ടിലൊരു കലശുണ്ട്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ അവർ വിളിച്ചു, ഇപ്പോൾ എന്താ വരാത്തത് ചോദിച്ചിട്ട് വിളിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ പച്ചക്കറിയൊക്കെ മേടിക്കാൻ വന്നതാണെന്ന് അവരോട് പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എണ്ണയൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ അങ്ങോട്ട് കേട്ടോ പോയി. ഞങ്ങളുടെ തൊട്ട വീടാണ്. അപ്പോൾ അവിടെ കണ്ട കുട്ടികൾ ക്യാരംസ് കളിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ എടുത്താണ് കേട്ടോ. മിഴിയുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ കുട്ടികളെ കൂടെ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ ഡാൻസൊക്കെ കളിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം ഒക്കെ കഴിക്കാനിരുന്നു. അപ്പം നാടൻ കോഴിയാണല്ലോ. അപ്പോൾ ഈ കലശത്തിനൊക്കെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് നാടൻ കോഴിയാണല്ലോ. അപ്പോൾ എനിക്ക് പഴയ നൊസ്റ്റു മേടിച്ചു. പണ്ട് നമ്മളിങ്ങനെ ഈ കലശമൊക്കെ ആണെങ്കിൽ നമ്മളതൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ കടന്നുറങ്ങിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്നപ്പോൾ നെയ്യപ്പം തന്നു വിട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താ പച്ചക്കറിയൊക്കെ മേടിച്ച് വെച്ചിട്ട് അങ്ങനെ നേരെ പോയതാണല്ലോ. അപ്പോൾ വന്നതിന് ശേഷം പിന്നെ ഞാൻ വേഗം അതൊക്കെ അടുക്കി വെക്കുകയാണ്. അപ്പോൾ കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഫ്രിഡ്ജിൽ, ബാക്കി പുറത്ത് വെക്കാനുള്ള പുറത്തൊക്കെ വെച്ചു. പിന്നെ ഇത് രാവിലെയുള്ള വീഡിയോ ആണ്. അപ്പോൾ രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് പല്ല് തേക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പല്ല് തേക്കുന്നതല്ല മടി, അവൾക്ക് ഞാൻ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ ഇരുന്ന് കൊഞ്ചാണ് അവൾ. അപ്പം ഇന്ന് ശരി അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഞാൻ പല്ല് തേച്ച് കൊടുക്കുകയാണ്. പിന്നെ രാവിലെ കുട്ടികൾ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഷൂട്ട് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം വെയിൽ വരുന്നതിന് മുന്നേ തിരുമ്പാന്ന് പറഞ്ഞിട്ട് കുറച്ച് അലക്കാൻ തുണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയിടാണ്. അപ്പോൾ തോട്ടിൽ വീണ്ടും വെള്ളം വിട്ടു. അപ്പോൾ അതൊക്കെ അങ്ങനെ നോക്കി നിന്നു കുറച്ച് നേരം. പിന്നെ സിറ്റ് ഔട്ടിൽ എപ്പോഴും ഇങ്ങനെ പൊടി അധികം, ഞങ്ങളുടെ റോഡിൻ്റെ സൈഡാണ് വീട്, അതുകൊണ്ട് എപ്പോഴും പൊടിയായി കിടക്കും. അപ്പോൾ ഞാൻ ഇന്ന് അതൊന്ന് സോപ്പിട്ട് കഴുകാമെന്ന് പറഞ്ഞിട്ട് സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ അടിച്ച് കഴുകുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മീനുണ്ടായിരുന്നു. അപ്പോൾ അത് മീനിക്ക് വറുത്ത് കൊടുക്കുക. അവൾക്ക് വറുത്ത മീനാണ് കൂടുതലിഷ്ടം. അപ്പോൾ രാവിലെ അവൾക്കത് ചോറുണ്ണാൻ വേണ്ടി മീൻ വറുക്കുക എന്നിട്ടോ. അപ്പോൾ അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്ര തന്നെ ഞാൻ ഇടാറുള്ളൂ. എന്നിട്ട് പിന്നെ ഒരു നാരങ്ങ മുറിച്ചിട്ട് അതിൻ്റെ നാരങ്ങ നീരും ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അത് വറുത്തു. അപ്പം ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ മറ്റൊരു വീഡിയോ